ഹലോ, ഈ തെച്ചിപ്പൂവിനെ നോക്കിക്കേ. ബുഷായിട്ട് നിൽക്കുന്ന റോസ് കളറിലുള്ള തെച്ചിപ്പൂവ് എന്ത് ഭംഗിയാ. ഇങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മളതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. പിന്നെ അതുമാതിരി ചട്ടി ലേശം വലിയതാക്കി കൊടുക്കണം. കുഞ്ഞി തൈ വാങ്ങുമ്പം ഒരുപാട് വലിയ ചട്ടിയിലൊന്നും വെക്കണ്ട. ലേശം ലേശം അത് വളർന്ന് വരുമ്പോൾ നമ്മളതിനെ ചട്ടിയിലേക്ക്, കുറച്ച് വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി വെക്കുക. പിന്നെ ഇതിൽ അധികം പൂവ് വിരിഞ്ഞില്ല, നിറച്ച് മുട്ട ഉള്ളത്. അങ്ങനെ ഇങ്ങനത്തെ 2 മദർ പ്ലാന്റ് ഇവിടെ ഉണ്ട്. അപ്പം ഇത് അയക്കൽ ലേശം ബുദ്ധിമുട്ടായിരിക്കും. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതും അയച്ചു തരുന്നതായിരിക്കും. KSRTC വഴിയൊക്കെ അയക്കുന്നത് ഞാൻ ഇതുവരെ അയച്ചിട്ടില്ല. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അയക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെയൊക്കെ ചെറിയ തൈകളുണ്ട് കേട്ടോ ഇവിടെ. അത് 100 രൂപയൊക്കെ വരുള്ളൂ. 4-5 കളറുണ്ട്. ചുവപ്പ് ഒരു 2 തരമുണ്ട്. ചുവപ്പും മഞ്ഞൂടി കൂടിയ ഒരു മിക്സ് ചെയ്ത കളറും ഉണ്ട്. വെള്ള, മഞ്ഞ, റോസ്, അങ്ങനെ ഇത്രയും കളറ് തെച്ചിപ്പൂക്കളുണ്ട്. പിന്നെ 250-ഒക്കെയാണ്. പിന്നെ 250, 300 അങ്ങനെ. അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ വേണ്ട കളറും പറഞ്ഞാൽ മതി. നല്ല ഹെൽത്തിയായ തൈകളാണ്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഫോട്ടോയും വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരാളുണ്ട്, മുരായിമുല്ല. ഈ മുരായിമുല്ലേൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ സെറ്റായിരുന്നു. അത് കണ്ടിട്ട് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ളതാണ് ഇത്. കണ്ടോ എന്ത് ബുഷിയായിട്ട് നിൽക്കുന്ന നോക്കിയാൽ. ഇതിപ്പോൾ ഒരു ചെറിയ ചട്ടിയിലാണ്. ഇതിനൊക്കെ വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വളരും. ഇതിനെ നിലത്ത് കുഴിച്ചിടണ്ട, ചട്ടികളിൽ തന്നെയാണ് ഇതിനെ വെക്കാറ്. അതിനനുസരിച്ച് ചട്ടി കുറച്ച് വലിയ ചട്ടി ആക്കിയാൽ മതി എന്ന് മാത്രം. കുറച്ച് വെയിലും കൊള്ളണം. പൂവൊക്കെ കണ്ടില്ലേ, അത് മറ്റേ നിലത്ത് വെക്കുന്ന മുല്ലേനെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അത്രയും വലിപ്പം ഉണ്ടാവില്ല. അതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു മാറ്റമുണ്ട്. കുറച്ച് കുഞ്ഞതാണ് മൊത്തത്തിൽ. പക്ഷെ പൂവിൻ്റെ മണം അടിപൊളിയാണ്. അപ്പം ഇതും ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഓക്കെ, ബൈ.